അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇത് മാളുക്കുട്ടൻ എനിക്ക് കൊണ്ട് തന്ന ഒരു ബോട്ടിലായിരുന്നു കേട്ടോ. അപ്പം ഇതിലാണിന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒരു പേപ്പറിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഓൾറെഡി ഞാൻ ആ ബോട്ടിലിന് ഒരു മഞ്ഞ കളർ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ അത് നന്നായിട്ട് വെട്ടിയെടുത്തിട്ട് പശ വെച്ചിട്ട് നമ്മുടെ ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു, നമുക്കൊരു പെർഫെക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്ക് കളറ് സൈഡിൽ ഒന്ന് ബോർഡർ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പം അതുപോലെ ഞാൻ ബ്ലാക്ക് കളറൊന്ന് ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ഇപ്പം തന്നെ നല്ലൊരു ഭംഗിയില്ല ആ ബോട്ടിലൊന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് പറ്റിയൊരു തെറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബോട്ടിലെ അടിഭാഗത്ത് കുറച്ച് യെല്ലോ കളർ കൂടെ ആഡ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തായാലും ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറേ നേരം അതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിയായിരുന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ബോട്ടിൻ്റെ സൈഡിലൂടെ അതിൻ്റെ തന്നെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. ആ ഡിസൈനിൽ കൂടിയിട്ട് ഞാനൊരു റെഡ് കളറ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തായിട്ട് അതേ കണക്കെ ഇരിക്കുന്ന ഒരു ഡിസൈൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതുകൂടെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഒരു താമരപ്പൂവാണ് അവിടെ വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ താമരപ്പൂവൊക്കെ വരച്ചിട്ട് ഞാൻ ഒരു കുഞ്ഞു കുഞ്ഞു കുനുപ്പുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഫുള്ളായിട്ട് ഞാൻ ആ കുനുപ്പുകളാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടും ഞാനൊന്ന് ആലോചിച്ചു ഇനിയിപ്പം നമുക്ക് വേറെ എന്ത് ചെയ്യാമെന്ന്. അപ്പം വിചാരിച്ചു ഒരു പച്ച കളറൂടെ സൈഡ് വഴിയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും. ഞാനങ്ങനെ അതിൻ്റെ സൈഡ് വഴി ബ്ലാങ്കായിട്ട് കിടക്കണ്ടല്ലോ എന്നോർത്ത് ഒരു പച്ച കളർ കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് പിന്നെ നമ്മളൊരു മാർക്കർ എടുത്തിട്ട്, മാർക്കറോ ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ അക്രിലിക് പെയിൻറ്റിൻ്റെ ബ്ലാക്ക് ആണുള്ളതെങ്കിൽ ബ്രഷ് കൊണ്ടിട്ടായാലും വരച്ചാൽ മതി. അപ്പം നമ്മളിങ്ങനെ വരയ്ക്കുന്നുണ്ട്. കണ്ടോ, പൂവിൻ്റെ ഇതൾ പോലെ ചുമ്മാ ഇങ്ങനെ വരച്ച് ആ കുപ്പി കംപ്ലീറ്റ് ആയിട്ടും അത് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരച്ച് കൊടുത്തിട്ട് ഞാൻ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൂടി ഒരു ഇതളും കൂടെ വരച്ചു കൊടുക്കാൻ വേണ്ടിയാണ് വിചാരിച്ചത്. അങ്ങനെ ഒരു 4 or 5 എണ്ണം വരച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലാവുന്നത്, അങ്ങനെയല്ല എന്നുള്ളത്. അപ്പം അതിൻ്റെ മണ്ടേ കൂടെ ഞാൻ ഓരോ ഡോട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു വലിയ ഡോട്ട്, അത് കഴിഞ്ഞിട്ട് കുഞ്ഞത് അങ്ങനെ ലാസ്റ്റ് വരെ വരച്ചിട്ട് അകത്തൂടെ ഞാൻ ആ ഇതളുകൾ വരച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ ഇത്രയും വരച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എന്തോ ഒരു അപാകത തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കളറൂടെ ആഡ് ചെയ്യാമെന്ന്. അത് ഞാൻ മജന്ത കളർ എടുത്തത്. അപ്പോൾ എനിക്ക് തോന്നി നമുക്ക് പൂവിന് ആ കളർ അടിക്കാമെന്ന്. അപ്പം ഓറഞ്ച് കളറ് നമ്മുടെ ബ്ലൂ കളറ് രണ്ടും കൂടെ കൂടിയിട്ട് ഇട കലർത്തിയാണ് ഓരോ ഇതളുകളിൽ ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ ഫുള്ളായിട്ട്, അതായത് ആ ഇതളുകൾ ഫുള്ളായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ടേ. എന്നിട്ടും നമുക്ക് ആ ലുക്ക് കംപ്ലീറ്റ് ആവാത്ത ഒരു ഫീലായിരുന്നു എനിക്ക്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു വേറെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത്. അപ്പം ഞാനതിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് വഴി നമ്മുടെ കാപ്പിപ്പൊടി കളറ് ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി കാപ്പിപ്പൊടി വലിയ എഫക്റ്റീവ് ഒന്നുമില്ല, നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്ന കളറല്ലല്ലോ അത്. അപ്പോൾ അതൊരു ഭംഗിയായിട്ട് തോന്നിയില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമായിരിക്കും അല്ലേ, എന്തോ ഒരു ഡോട്ടുണ്ട്, അത് ഏത് കളറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്നില്ലല്ലോ, അതേ കണക്കല്ലേ. അപ്പം ഞാൻ പൂവിന് അടിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു കളറ്. അപ്പോൾ പൂവിന് ഓൾറെഡി കളർ അടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പച്ച കളറ് ഇലകൾ കൂടി ഒന്ന് അടിച്ചു കൊടുക്കാമേ. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി ബ്ലാക്ക് കളർ ബോർഡർ കൊടുത്തതുകൊണ്ട് എന്താ പറയുക, ആ ബ്ലാക്ക് കളർ ഇളകി പോകാണ്ട് വേണം, അല്ലെങ്കിൽ സ്പ്രെഡ് ആവാതെ വേണം നമ്മൾ ബാക്കി കളർ അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ ബോട്ടിലായിട്ട് ഇന്നത്തെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഏറ്റവും താഴെയായിട്ട് കുറച്ച് കളർ കൂടി അടിക്കാനുണ്ടായിരുന്നു എന്ന്. അതോടെ അടിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാവേ.